നമസ്കാരം. വെള്ളാനകളുടെ നാട് എന്ന പ്രിയദർശിനി ചിത്രത്തിലെ കുതിരവട്ടം പപ്പു അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ മലയാളി ഒരു കാലത്തും മറക്കാനിടയില്ല. ഒരു റോളർ നന്നാക്കാൻ വരുന്ന ആളാണ്. മുതിനെ ചെറിയ സ്ക്രൂ ഡ്രൈവർ, ചെറിയ സ്പാനർ ഇങ്ങെടുത്തോ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറയും. പണി തുറക്കും. എങ്ങും എത്താത്ത പണിയും റോളറിൻ്റെ ആ യാത്രയുമെല്ലാം മലയാളിയുടെ മനസ്സിലുണ്ട്. ഏതാണ്ട് ഇതുപോലാണ് മുനമ്പ പ്രശ്നം ഇപ്പം പരിഹരിച്ചു തരാമെന്ന് പറഞ്ഞ് പാർലമെൻറ്റിലേക്ക് പോയ BJP. എന്തൊക്കെ ബഹളമായിരുന്നു. തങ്ങൾ വർഷങ്ങളായി ജീവിച്ചു വരുന്ന ഭൂമിയിലെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടാൻ വേണ്ടിയാണ് മുനമ്പം ജയന്തദാസ് സമരം ചെയ്യുന്നത്. അതിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. വഖഫുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും എല്ലാം നമുക്കറിയാം. പ്രശ്നം എങ്ങനെ പരിഹരിക്കും എന്ന ചർച്ചയും വളരെ സജീവമായി നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ നിമിഷം ഞങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് പറയും BJP വരുന്നത്. വഖഫ് നിയമ ഭേദഗതി പാസ്സാകുന്നതോടെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും എന്നാണ് കെ സുരേന്ദ്രൻ മുതൽ താഴോട്ടുള്ള സാധാരണ BJPക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുക. മുനമ്പം ജനതയും വിശ്വസിച്ചു. കാരണം അവർക്ക് കിട്ടിയ ഒരു പിടിവള്ളിയാണ്. BJP സ്നേഹസമ്മാനവുമായി വരുന്നു, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിക്കുമെന്ന് പറയുന്നു, പാർലമെൻറ്റിൽ വഖഫ് നിയമ ഭേദഗതി അവതരിപ്പിക്കുന്നു. 17 മണിക്കൂർ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് വഖഫ് നിയമ ഭേദഗതി പാസ്സാകുന്നത്. ലോക്സഭയിൽ ചർച്ച, രാജ്യസഭയിലെ ചർച്ചയൊക്കെ അറിയാമല്ലോ. സുരേഷ് ഗോപിയും ജോൺ ബ്രിട്ടാസും തമ്മിലുള്ള വാക്കേറ്റം, വാഗ്വാദം, ആകെ ബഹളമാണ്. ഏതായാലും വഖഫ് നിയമ ഭേദഗതി പാസ്സായതോട് മുനമ്പൻ ജനത വളരെ ആഹ്ലാദത്തോടെയാണ് എതിരേറ്റത്. പടക്കം പൊട്ടിക്കുന്നു, ലഡു വിതരണം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു എന്ന ആത്മവിശ്വാസത്തോടെ അവർ കേന്ദ്ര സർക്കാരിന് നന്ദി പറയുന്നു, BJPക്ക് നന്ദി പറയുന്നു. സമരസമിതിയിലെ 10-20 പേര് അപ്പം തന്നെ BJP ആവുക. ഞങ്ങളിതാ BJP മാത്രമാണ് ഞങ്ങൾ കൂടുതലെന്ന് പറയുന്നു. ലഡു വിതരണം, സംസ്ഥാന നിയമസഭ പാസ്സാക്കിയ പ്രമേയം അറബിക്കടലിൽ ചവിട്ടിത്താഴ്ത്തുന്നു. ആകെ ബഹളമാണ്. ഇതെന്നും പോരാഞ്ഞാണ് താങ്ക് യു മോദി എന്നൊരു പരിപാടി കൂടി ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. സമരസമിതിയല്ല, BJPയാണ് മുനമ്പത്ത് പരിപാടി സംഘടിപ്പിക്കുന്നത്. വഖഫ് നിയമ ഭേദഗതി പാർലമെൻറ്റിൽ അവതരിപ്പിച്ച നിയമമന്ത്രി കിരൺ റിജിജു അദ്ദേഹമാണ് ഇതിൽ പങ്കെടുക്കാൻ വരുന്നത്. മന്ത്രി ജോർജ് കുര്യനുണ്ട്, പുതിയ BJP സംസ്ഥാന പ്രസിഡന്റുണ്ട്, ഒരുപാട് പേരുണ്ട്. സംഭവം കിരൺ റിജിജു വന്നു. മുൻപത്തേക്ക് വരുന്നതിന് മുമ്പ്, പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് മാധ്യമപ്രവർത്തകരെ കാണുന്നു. കേരളത്തിലെ മാധ്യമപ്രവർത്തകരാണ്. അവർ തലങ്ങും വിലങ്ങും ചോദിച്ചു, അല്ല ഈ പുതിയ നിയമ ഭേദഗതിയിൽ അല്ലെങ്കിൽ വഖഫ് ഭേദഗതിയിൽ ഏത് വകുപ്പ് ഉപയോഗിച്ചാണ് നിങ്ങൾ മുനമ്പം പ്രശ്നം പരിഹരിക്കാമെന്ന് ഒന്ന് ആലോചിച്ചോണം. ഈ ബില്ല് അവതരിപ്പിച്ചതിൻ്റെ ചർച്ച നടക്കുന്നതിനിടയ്ക്ക് മുനമ്പം എന്ന് ഒരു 50 തവണ BJPക്കാർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും കിരൺ റിജിജു ഉള്ള സത്യം പറഞ്ഞു. അതായത് ഈ പുതിയ നിയമ ഭേദഗതി കൊണ്ട് ഇത് പരിഹരിക്കാൻ പറ്റൂല. അവർ സുപ്രീം കോടതി പോകണം. സുപ്രീം കോടതി പോയാൽ ഞങ്ങൾ കൂടെ നിൽക്കും. ഇത് തന്നെയാണ് ഇവിടെയുള്ള രാഷ്ട്രീയക്കാരും മുനമ്പത്തുകാരോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് പറയാൻ വേണ്ടി കിരൺ റിജിജു പാടുപെട്ട് ഡൽഹിയിൽ നിന്ന് ഇവിടം വരെ വരണമായിരുന്നു എന്ന ചോദ്യവും ബാക്കിയാണ്. ഏതായാലും കിരൺ റിജിജു പറഞ്ഞത് എന്താണെന്ന് ഒന്നുകൂടി കേൾക്കാം. The High Court order is redundant. I have to honor the judicial pronouncement, but it is challengeable in Supreme Court. And I would strongly urge that because of the provisions in the old act, it was disadvantageous to the Munambam people, the fishermen. Now with the existing new act, now it is easily challengeable in the Supreme Court. പറ്റുകയായിരുന്നല്ലേ. അദ്ദേഹം മുനമ്പത്ത് വന്ന് സംസാരിച്ചതിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, ഈ വഖഫ് നിയമ ഭേദഗതിയോട് മാത്രം ഈ വിഷയത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. ഈ വിഷയത്തിൽ ഇനിയും നമ്മൾ നിയമപരമായ പോരാട്ടം നടത്തേണ്ടി വരും. ഒരുപക്ഷെ സുപ്രീം കോടതി വരെയും അതിനുവേണ്ടി പോകേണ്ടി വരുമെന്നും അതിനുവേണ്ട ഭരണപരമായ നിയമപരമായ എല്ലാ സഹായവും ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാർ കൂടെ ഉണ്ടാകുമെന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. നമ്മൾ ആഗ്രഹിച്ചിരുന്നത് അവിടെ മുനമ്പത്തെ ജനങ്ങൾക്ക് മുൻകാല പ്രാബല്യത്തോടെ, റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റോടുകൂടെ ഈ നിയമം പ്രാബല്യത്തിൽ വരികയും അതുവഴിയായി ഈ ഭൂമി ഇവർക്ക് റവന്യൂ അവകാശങ്ങളോടുകൂടെ ലഭിക്കുമെന്നുമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. മുൻകാല പ്രാബല്യമില്ലാതെ വഖഫ് നിയമ ഭേദഗതി പാസ്സായാൽ മുനമ്പത്തുകാരുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്ന് ഈ ബില്ല് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നിയമജ്ഞരടക്കമുള്ള പലരും പറഞ്ഞതാണ്. ഒന്നും സംഭവിക്കില്ല, ഞങ്ങളിത് പുഷ്പം പോലെ പരിഹരിക്കുമെന്ന് പറഞ്ഞ് BJPക്കാരാണ് ഇപ്പോൾ പറയുന്നത്. ഇത് പരിഹരിക്കാൻ പറ്റത്തില്ല, അവർ കോടതി പോയാൽ ഞങ്ങൾ കൂടെ വയ്ക്കുമെന്നൊക്കെ. നിങ്ങൾ നല്ലവരാണ്,
നിങ്ങൾ കഠിനാധ്വാനികളാണ്, നിങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്, നിങ്ങൾ എന്ത് നിയമ നടപടിയുമായി പോയാലും ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് കിരൺ റിജിജു മടങ്ങി. വല്ലാത്ത ചെയ്ത്തായിപ്പോയി എന്നാണ് സമരസമിതിയിലുള്ള പലരും പറയുന്നത്. ഏത് അമ്മാതിരി തള്ളായിരുന്നല്ലോ, ഇപ്പോൾ പരിഹരിച്ച് തരാമെന്ന് പറയുന്നത്. ഇപ്പോൾ അതേ പറയുന്നു പരിഹരിക്കാൻ പറ്റില്ല, അത് കോടതി പോകണം, അനാദികാലം കോടതി കയറി ഇറങ്ങേണ്ടി വരുമെന്നൊക്കെ. പാവം മുനമ്പത്തുകാരും. ഏതായാലും BJP തുറന്നു പറച്ചിൽ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ ആയുധമാക്കിയിട്ടുണ്ട്. വഖഫ് ബില്ലും മുനമ്പം പ്രശ്നവും ഡയറക്റ്റ് ബന്ധമില്ലാന്നും വഖഫ് ബില്ല് പാസ്സാവുന്നതുകൊണ്ട് മുനമ്പം പ്രശ്നം തീരൂല എന്നുള്ളതും ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ ബന്ധപ്പെട്ട മന്ത്രി തന്നെ വന്ന് അത് സമ്മതിച്ചു. ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാവരോടും ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ ഇത് നടക്കത്തില്ല, ഇത് നടക്കത്തില്ല എന്നിട്ട് എന്തൊക്കെ ബഹളമായിരുന്നു. താങ്ക് യു മോദി, പരിപാടി സംഘടിപ്പിക്കുന്നു, എല്ലാം വെറുതെ ആയില്ലേ എന്നാണ് അവരുടെ ചോദ്യം. കേന്ദ്ര ഗവൺമെന്റിന്റെ വഖഫ് നിയമം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല എന്നിപ്പോ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായി. ഞങ്ങൾ അതാണ് ആദ്യമേ പറഞ്ഞത്. ഏതായാലും വഖഫ് നിയമ ഭേദഗതിയിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് കൈയോടെ പാർട്ടി മാറിപ്പോയ അല്ലെങ്കിൽ BJPയിലേക്ക് പോയ സമരസമിതിക്കാർ തിരിച്ചു പോകണോ വേണ്ടയോ, പോകണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ച് അവിടെ നിൽക്കുകയാണ്. അപകടം മണത്ത BJP അടുത്ത പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അതായത് സമരസമിതിയിൽ കുറച്ച് പേരെ പ്രധാനമന്ത്രി ചായ സൽക്കാരത്തിനായി ക്ഷണിച്ചിട്ടുണ്ട്. ഞങ്ങൾ പോയി ചായ കുടിക്കും, മോദിജിയുടെ കാര്യം പറയും, അതിലൂടെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും എന്ന് പറയുന്നുണ്ട് സമരസമിതിയിലെ ഒരു വിഭാഗം. ഏതായാലും പോകുന്നത് നല്ലതാണ്, പ്രധാനമന്ത്രിയെ കാണുന്നത് നല്ലതാണ്, ചർച്ച ചെയ്യുന്നത് നല്ലതാണ്, ആവശ്യങ്ങൾ പറയുന്നതും ചായ കുടിക്കുന്നതും ഒക്കെ നല്ലതാണ്. ആ കൂടിക്കാഴ്ചയോടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെങ്കിൽ അത് വളരെ നല്ലത്. പക്ഷേ പരിഹരിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യമാണ് ഇങ്ങനെ നിൽക്കുന്നത്. വലിയ വലിയ നിയമപോരാട്ടങ്ങളിലേക്ക് മുനമ്പത്തുകാർക്ക് പോകേണ്ടി വരും എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ഏതായാലും BJP പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മേഖലയിലേക്ക് കടന്നു കയറാൻ BJP ശ്രമിച്ച ശ്രമം അല്ലെങ്കിൽ വഖഫ് നിയമ ഭേദഗതികളുടെ എവിടേക്ക് ഓപ്പണിംഗ് തുറന്നു കിട്ടും എന്ന് BJP പ്രതീക്ഷിച്ചാണ്. ഇപ്പോഴും അവരുടെ പ്രതീക്ഷ നശിച്ചിട്ടില്ല എങ്കിലും വല്ലാതെ പണിയായിപ്പോയി എന്ന് മുനമ്പത്തുകാരടക്കം സ്വകാര്യം പറയുന്നുണ്ട്. ഒരു വിഭാഗമെങ്കിലും BJP ഇവർ നേരത്തെ പറഞ്ഞൊന്നുമല്ല ഇപ്പോൾ ചെയ്തത്, ഇപ്പോൾ പറയുന്നത് എന്ന് തുറന്ന് പറയുന്നുണ്ട്. ഇപ്പുറത്ത് BJPയെ എതിർക്കുന്നവരാവട്ടെ ഞങ്ങൾ തന്നെ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവരും രംഗത്ത് വരുന്നുണ്ട്. ഏതായാലും മുനമ്പത്തുകാർക്ക് അവസാനം കോടതി തന്നെ ശരണം. നിയമ ഭേദഗതിയുടെ ഗതി എന്താകുമെന്നും കോടതി തന്നെ പറയട്ടെ. മുനമ്പത്തുകാർക്കൊപ്പം തന്നെയാണ്. നിങ്ങൾക്ക് നീതി കിട്ടട്ടെ എന്നും ആശംസിക്കും.